ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സന്ദീപ് വാര്യരുടെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പാവപ്പെട്ട ഒരു കുടുംബത്തിനെ നമ്മുടെ സന്ദീപ് വാര്യർ സഹായിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കണക്ക് പറയുകയാണ്. അതായത് APJ അബ്ദുൽ കലാമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തൊരു കണക്കാണ്! ഖജനാവിലേക്ക് എവിടെ നിന്ന് പൈസ വരുന്നുണ്ട്, എങ്ങനെ ചെലവാകുന്നുണ്ട്, എത്ര വരുന്നുണ്ട്, വിശദമായിട്ടുള്ള കണക്ക് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം കെ എം ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വലിയ വൈറലാണ്. പക്ഷേ എന്താണ് കെ എം ഷാജി പറയാൻ വന്നത്? ആ ഒരു പ്രസംഗത്തിന്റെ ഫുള്ളായിട്ടുള്ള പ്രസംഗം ഞാൻ വെച്ചു തരാം. ചിലര്, അതായത് മുക്കും മൂലയും കട്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്രസംഗം പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് മറുനാടനെ പോലുള്ള ചാനലുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അത് വളരെ തെറ്റാണ്. ഒരാൾ പറഞ്ഞത് മുഴുവനായിട്ടും വെക്കണം നമ്മൾ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ്. ആ പ്രസംഗത്തിന്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കാര്യം പറയുകയാണ്, ഇതിപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും കെ സുരേന്ദ്രൻ ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ആരാണെങ്കിലും ആരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും കെ എം ഷാജിയുടെ ഭാഗത്ത് ശരിയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മുടെ ചാണ്ടിയുമ്മനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടറിന്റെ അരുൺകുമാർ പറയുകയാണ്, എടാ ചാണ്ടി, നിനക്ക് മന്ത്രി തന്നില്ല, എന്ത് പാർട്ടി, വി ഡി സതീശൻ അങ്ങനെയുള്ളവൻ ഇങ്ങനെയുള്ളവന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ പറയുകയാണ്. അതിന് നമ്മുടെ ചാണ്ടിയുമ്മൻ കൊടുത്ത ഒരു നടുക്കുന്ന മറുപടിയും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം കെ എം ഷാജിയുടെ ആ ഒരു പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം പണിയണം. ആർക്കാ അഭിപ്രായ വ്യത്യാസമല്ലാതെ? നിങ്ങൾ ആരോടെ ഈ പറയണത്? ഇവിടുത്തെ മുസ്ലിം ലീഗിനോടോ, ഇവിടുത്തെ മുസ്ലിങ്ങളോടോ പള്ളിക്കൂടം പണിയാൻ? എന്റെ CPM-കാരാ, നിങ്ങൾ പള്ളിക്കൂടം പണിയാറുണ്ടോ? നിങ്ങൾ പലിശയുടെ ബാങ്ക് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടംപോലെ. നിങ്ങൾ ആശുപത്രി തുടങ്ങാറുണ്ട്. കാര്യം എന്താണ്? ബൊട്ടും കുത്തും കഴിഞ്ഞാൽ തുന്നി കൂട്ടാൻ ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് ആശുപത്രി ഉണ്ടാക്കാറുണ്ട്. എടാ, സ്കൂൾ തുടങ്ങാറുണ്ടോ? നിങ്ങള് സ്കൂൾ തുടങ്ങാറുണ്ടോ? കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പള്ളിക്കൂടം ഞങ്ങൾ പണിയും, പള്ളിയും ഞങ്ങൾ പണിയും. ആ പള്ളി പണിയേണ്ടെന്ന് മക്കളെ പഠിപ്പിക്കുന്ന SFI-യിലാണോ? എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത്? നിങ്ങൾ പറയാ, അവിടെയാണോ? മതമല്ല പ്രശ്നം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾക്ക് മതം പ്രശ്നമല്ല. നാട്ടിലെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 2 മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു, സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ SFI-യിൽ വിടൂല, നിങ്ങളെ മക്കളെ നിങ്ങൾ DYFI-യിൽ വിടുക. ആരാന്റെ മക്കൾ നശിച്ചോട്ടെ എന്നാണ്, ആരെന്റെ മക്കളെ പോയിക്കോട്ടെ ചേർന്നോ എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അവരെ കൂടെ ചേർന്നാൽ പതുക്കെ. ഓക്കെ, മൈക്കയുടെ ചാർജ് ലോ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒരു കാര്യം പറയും, ഇവിടെ കെ എം ഷാജി ഉദ്ദേശിച്ച നോക്കൂ നിങ്ങൾ, അതായത് SFI MSF എന്നൊക്കെ അടിയുണ്ടാവുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പിണറായി വിജയന്റെ മകൻ അടികൊള്ളുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MSF-ന്റെ വലിയൊരു നേതാവിന്റെ മകൻ അടികൊള്ളുന്നുണ്ടോ? ഇല്ല. സാധാരണക്കാരായ കുട്ടികളാണ് അവിടെ അടിവാങ്ങുന്നത്. അതിനെ കുറിച്ചിട്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെ വലിയ രീതിയിൽ വളച്ചൊടിച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, നമ്മുടെ സന്ദീപ് വാര്യർ ചെയ്ത നടുങ്ങുന്ന ഒരു വീഡിയോ കാണണം. നോക്കൂ നിങ്ങള്, അതായത് മഴ വന്നിട്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ എല്ലാ കൃഷിയും തകർന്ന് തരിപ്പണമായപ്പോ അവർ ആത്മഹത്യക്ക് അടക്കം ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ സന്ദീപ് വാര്യർ ഓടിയെത്തുന്നത്. സന്ദീപ് വാര്യർ ഓടിയെത്തിയിട്ട് അവിടുത്തെ ആ പാവങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ നമ്മുടെ സന്ദീപ് വാര്യർ കേൾക്കുകയാണ്. അതിനുശേഷം അത് ആരിലേക്കാണ് എത്തിക്കേണ്ടത് അവരിലേക്ക് നമ്മുടെ സന്ദീപ് വാര്യർ എത്തിച്ചു കൊണ്ട് നോക്കൂ നിങ്ങൾ, ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ഇതാണ് നേതാവ്.
ചില നേതാക്കളുണ്ട് MLA ആയതിനു ശേഷം തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ നോക്കൂ, MLA ആയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല പണി തുടങ്ങി നമ്മുടെ സന്ദീപ് വാര്യർ. ഇങ്ങനെയുള്ള നേതാക്കളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ബിഗ് സല്യൂട്ട് എൻ്റെ പൊന്ന് സന്ദീപ് വാര്യരെ. ഓക്കെ, സന്ദീപ് വാര്യരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം എന്തായാലും കാരണം അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെമ്മാടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഡേ സന്ദീപ് വാര്യർ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. അതൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. തെമ്മാടി എന്നൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി. ഇവൻ ആരാണ്? നീ ആരാടാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഞാൻ തൃക്കരിപ്പൂർ MLA ആണ്. നിങ്ങൾക്കാണെങ്കിലോ? തീർച്ചയായിട്ടും ഞാൻ പത്തനാപുരം MLA ആണ്. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണം വിട്ടുപോയപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താ പറയാ, കേരളത്തിന്റെ ട്രോൾ മേഖലയ്ക്ക് ഞങ്ങളുടേതായിട്ടൊരു സംഭാവന. ഞങ്ങൾ തമ്മിലുള്ളത് അതിര് തർക്കമല്ലോ. ഞങ്ങൾ തമ്മിലെ ആശയപരമായ സംഘർഷം അത് പരിധി വിട്ടുപോയപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് തോന്നിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നോട് തന്നെയാണ് പറയുന്നത്, താഴെ പോയി സന്ദീപ് വാര്യർ വരും, ക്ഷണിച്ച് പത്രസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, ആ ചുമതല എനിക്കാണ്. അപ്പൊ ഞാൻ സന്ദീപിനെ വിളിച്ചു. അപ്പൊ ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. താഴെ പോയി ഞാനും AIC സെക്രട്ടറി ശ്രീ മോഹനോട് ഞങ്ങള് ക്ഷണിച്ച് വെള്ളിലേക്ക് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഞാൻ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്ന ദിവസമാണ്. കാരണം ഞാൻ എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പ് ഇരിക്കുന്ന സമയമാണ്. അവിടെ മുതൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഫ്രെയിം കിട്ടാൻ വേണ്ടി മുഖ്യധാര ചാനലുകളെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും നീ ആരടാ എന്നുള്ള എന്റെ പിന്നെ എന്താ പറയുന്നത്, പിന്നെ സ്റ്റിക്കേഴ്സ് ഇറങ്ങുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് പിന്നെ വീണ്ടും തോന്നുന്നു. പിന്നെ ഈ സന്ദീപുമായി ബന്ധപ്പെട്ടോ ഞാനുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഇട്ടാൽ ഉടൻ ഞങ്ങളുടെ അന്നത്തെ നീ ആരടാ എനിക്ക് എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ചത്, എന്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് വിവരങ്ങൾ ചോദിക്കുകയും അമ്മ മരിച്ച സമയത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജോയിച്ചേട്ടനുണ്ട്. ഇപ്പൊ ആളുകൾ പുറമേക്ക് വളരെ പരുക്കനായിട്ടുള്ള ഒരു ജോയിച്ചേട്ടനെ കാണുമ്പോൾ അതിനകത്ത് വളരെ നൈർമല്യമുള്ള ഹൃദയമുള്ള ഒരു ജോയിച്ചേട്ടുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞയാളാണ്. ഞാൻ പുള്ളിയുടെ ഫാദറുമായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഫ്ലോറിൽ എത്ര ഏറ്റുമുട്ടിയാണ്, പരസ്പരം ഒന്ന് കൈ കൊടുത്തേ. അങ്ങനെ ഏറ്റുമുട്ടിയ രണ്ടുപേര് ഈ ഫ്ലോറിൽ പരസ്പരം സ്നേഹത്തോടുകൂടി ഇരിക്കുകയും ഇത്രയൊക്കെ ഉള്ളൂ. രാഷ്ട്രീയത്തിലെ ഈ ചർച്ചകളുടെ തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള. ഓക്കെ, എന്താല്ലേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് പറഞ്ഞാൽ എന്തായാലും ഒരു വാക്കും കൂടി പറയാം. ആരാണ് സന്ദീപ് വാര്യർ? നോക്കൂ, നിങ്ങൾ തൃക്കരിപ്പൂർ എന്ന മണ്ഡലം CPM കോട്ടയാണ്. നിങ്ങൾ ആര് നിന്നാലും LDF സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾ ജയിക്കുന്നത് 1000-2000 വോട്ടിനല്ല, 30,000 അല്ലെങ്കിൽ 40,000 ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. നിങ്ങൾ ഒരു പണിയും എടുക്കണ്ട, നിങ്ങൾ വീട് കയറണ്ട. അത്രയും വലിയൊരു CPM കോട്ടയാണ്. നിന്ന് കൊടുത്താൽ മതി, ഞാൻ CPM സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള മണ്ഡലത്തെയാണ് നമ്മുടെ സന്ദീപ് വാര്യർ ജയിച്ചത്. അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് നമ്മുടെ സന്ദീപ് വാര്യർ, അതായത് സന്ദീപ് വാര്യർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചത്. സന്ദീപ് വാര്യർ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. നോക്കൂ, ജയിപ്പിച്ച് വിട്ടതിന് ശേഷം അയാൾ നല്ല രീതിക്ക് ഭരിക്കുകയാണ് അവിടെ. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് വേണ്ടത്. സാക്ഷാൽ ഷാഫി പറമ്പിലിന്റെ ഭരണമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും VD സതീശൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. കാരണം കേരളത്തിന്റെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്താണ്? ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. യൂറോപ്പിൽ നിന്ന് ഞാൻ പറയാത്ത എന്താ പറയുക, യൂറോപ്പിൽ നിന്ന് ആരും പൈസ അയക്കാറില്ല. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവിടെ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ അവരവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസും മറ്റതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കൂടും. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. ഒന്ന്, ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ, 30 തൊട്ട് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 25 ലക്ഷം പേരാണ് പുറത്തുള്ള വേറെ ഗൾഫിലുള്ള ആളുകളെ പറഞ്ഞത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ, അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവരിവിടെ പരമാവധി ആളുകൾ 90% ആളുകൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അവർക്ക് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഗോതമ്പ് പൊടി, ഉള്ളി, ദാല്, ഇത്രയേ ഉള്ളൂ. ബാക്കി അവർ ശനിയാഴ്ച വൈകുന്നേരം കിട്ടുന്ന കൂലി നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ബാങ്കിൻ്റെ അവിടെ നോക്കിക്കോ, അവർ നാട്ടിലേക്ക് അയക്കും. പണ്ട് ഗൾഫിൽ നിന്ന് നമ്മുടെ ആളുകൾ മാസത്തിൽ അയച്ചിരുന്നത് പോലെ ഇവിടെ നിന്ന് അയക്കാൻ 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത്. റിവേഴ്സ് റെമിറ്റൻസ് ആണ്.
ഞാൻ പറഞ്ഞു 20 കൊല്ലം മുമ്പ് ഈ കൊച്ചി നഗരത്തിൽ 100 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്നിരുന്നുവെങ്കിൽ അതിൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെ അത് ലേബർ ചാർജായിട്ട് ഈ സിറ്റിയിലും പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു, ലേബർ ചാർജായിട്ട്. ഇപ്പോൾ ഈ പറയുന്ന 40-50 കോടി പോകുന്നത് 1 കോടി രൂപ പോലും ഇവിടെ നിൽക്കുന്നില്ല, എല്ലാ അതർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അസസ് ചെയ്യാത്ത റെമിറ്റൻസിനേക്കാൾ ഇരട്ടിയോളം വരുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നടക്കുകയാണ്. അത് കേരളത്തിൻ്റെ ഇക്കോണമിയുടെ അടിവേര് മാന്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, മൈക്കയുടെ ചാർജ് തീർന്നു. നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് എനിക്കറിയില്ല. നോക്കൂ, എന്തൊരു ക്ലിയറായി കൃത്യമായിട്ടല്ലേ വി ഡി സതീശൻ സംസാരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ ഒരു കാര്യം പറയാൻ? നീതിമാനായ നല്ലൊരു ഭരണാധികാരിയാണ് നമ്മുടെ വി ഡി സതീശൻ, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ മൈക്കില്ലാത്തത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ചാണ്ടി ഉമ്മനെ കുറിച്ചിട്ട് ഡോക്ടർ അരുൺകുമാർ കുത്തുതിരിപ്പുണ്ടാക്കുകയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ ദൃശ്യം കൂടി കാണണം. ഓക്കെ, ശ്രീ ചാണ്ടി ഉമ്മൻ, അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് വി ഡി സതീശൻ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു എന്ന മട്ടിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ചാണ്ടി ഉമ്മൻ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ആ സാമൂഹിക മാധ്യമത്തിലെ ചർച്ചകളുടെ ഒരു കണ്ടന്റ്. അതിലെന്തെങ്കിലും കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതും ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ? ആ സാഹചര്യം ഈ സാഹചര്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇപ്പൊ വി ഡി സതീശൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിട്ടേക്കൂ, മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം എല്ലാവരെയും പറ്റി റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തറിയോ? അദ്ദേഹത്തിന്റെ ജ്ഞാനം, അദ്ദേഹത്തിന്റെ ഒരു വിസ്ഡം. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് സോളമനെ പോലാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ ഈ ജനത്തെ നയിക്കുവാൻ, അങ്ങയുടെ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ എനിക്ക് ബുദ്ധി തരണേ, അല്ലെങ്കിൽ എനിക്ക് ശക്തി തരണേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിസ്ഡത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ അതിനെ പാസ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അതിനെ പാസ്റ്റിലേക്ക് എന്റെ ഫാദറിന്റെ, അതായത് അത്രയ്ക്ക് ഒരു ശൈലി അദ്ദേഹം പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ ശരിയല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേയില്ല, അങ്ങനെ കരുതുന്നേയില്ല. ശ്രീ വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ വാക്കുകൾ ദൈവ നിയോഗമാണ്.